നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM-ന്റെ മഹത്തായ സമരചരിത്രം അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറന്നു പോകരുത്. ചോരച്ചാലുകൾ നീന്തിക്കയറിയ പ്രതിഷേധ സമരങ്ങൾ 1980-കളിൽ കേരളത്തിൽ വീശിയടിച്ച കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെയുള്ള സമരാഗ്നി. ആ സമരാഗ്നിയിൽ അന്ന് പല കമ്പ്യൂട്ടറുകളും കത്തിയെരിഞ്ഞു. 80-കളുടെ തുടക്കത്തിൽ കമ്പ്യൂട്ടറിനെതിരെയായിരുന്നു CPM സമരം നടത്തിയിരുന്നത് എങ്കിൽ 70-കളിൽ അത് ട്രാക്ടറിനെതിരെ, പിന്നീട് കാലാന്തരത്തിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെയും കണ്ണൂർ വിമാനത്താവളത്തിനെതിരെയും ഗെയിൽ പദ്ധതിക്കെതിരെയും ഒക്കെ CPM സമരം നടത്തി. ദേശീയപാത വികസനം ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു. കൊച്ചി സ്മാർട്ട് സിറ്റിക്കെതിരെയുള്ള സമരം, അതിനു മുൻപ് സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള ശക്തമായ സമരം, ഓട്ടോണമസ് കോളേജുകൾ കേരളത്തിൽ അനുവദിക്കരുത് എന്ന നയം പാർട്ടി തന്നെ അവതരിപ്പിക്കുന്നു. പങ്കാളിത്ത പെൻഷനിലും പിന്നീട് ജനസമ്പർക്ക പരിപാടികളിലുമൊക്കെ ഈ നയം പാർട്ടി തുടർന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ മേഖലയിൽ ഇത്തരമൊരു വിമാനത്താവളം വേണ്ട എന്ന നിലപാടെടുത്തു. 1980-കളിൽ CPM ഇത്തരമൊരു നിലപാടെടുത്തിരുന്നില്ല എങ്കിൽ കേരളം മറ്റൊരു സിലിക്കൺ വാലിയായി മാറി. അന്ന് കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന അതിശക്തമായ പ്രതിഷേധ സമരങ്ങളും സമരപരിപാടികളുമാണ് കേരളത്തിൽ വളരേണ്ട IT വ്യവസായത്തെ ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമൊക്കെ പറിച്ചു നട്ടത്. കേരളത്തിൻ്റെ യുവജനത പിന്നീട് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കുമൊക്കെ IT തൊഴിലുകൾക്കായി പുറപ്പെട്ടു. അവരുടെ യാത്ര പിന്നീട് വിദേശങ്ങളിലേക്ക്. ഒടുവിൽ വളരെ വൈകി IT പാർക്കുകൾ കേരളത്തിൽ നട്ടുവളർത്തുമ്പോൾ ഇതിനകം തന്നെ വളർന്നു പന്തലിച്ചിരുന്നു ബംഗളൂരുവിൽ മറ്റൊരു സിലിക്കൺ സിറ്റി. എന്നാൽ വിചിത്രമായ ചില ആശയങ്ങളുമായി ഇക്കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഒരു പ്രസംഗം നടത്തിയതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾക്കിടയാക്കിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI-ക്കെതിരെ MV ഗോവിന്ദൻ എടുത്ത കൃത്യമായ സമീപനം. AI മുതലാളിത്തത്തിൻ്റെ കയ്യിലാണ് എന്ന് ഗോവിന്ദൻ തൻ്റെ പ്രസംഗത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി 60% കണ്ടുകുറയും. അപ്പോൾ പിന്നെ അധ്വാനിക്കുന്ന വർഗത്തിന് തൊഴിലില്ലാതാകും, അധ്വാനമില്ലാതാകും. AI ആണ് അധ്വാനിക്കുക. ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയിലും 60% കുറവ് വരും. മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും. സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല, സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുന്നത്. ഈ 60% കണക്കുകൾ MV ഗോവിന്ദൻ എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമുക്കറിയില്ല. AI നിലവിൽ വരുമ്പോൾ അധ്വാനിക്കുന്നത് മുഴുവൻ AI ആയിരിക്കും എന്ന ഗോവിന്ദൻ്റെ കണക്കുകൂട്ടലിന് പിന്നിലെ ശാസ്ത്രവും നമുക്ക് മനസ്സിലാക്കുന്നില്ല. 60% തൊഴിലവസരങ്ങൾ ഇല്ലാതാകും എന്ന് ഗോവിന്ദൻ പറയുന്നത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഗോവിന്ദൻ്റെ മഹത്തായ മറ്റൊരു കണ്ടുപിടുത്തമുണ്ട്. ഇത് മൗലികമായ ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന്. ഈ സാഹചര്യത്തെയാണ് മാർക്സ് സമ്പത്തിൻ്റെ വിഭജനമെന്ന് പറഞ്ഞത്. അതായത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. AI-യുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുമെന്ന്. മാർക്സ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്തരമൊരു ദീർഘവീക്ഷണം നടത്തി എന്നിപ്പോൾ MV ഗോവിന്ദൻ പറയുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാവന? AI സാങ്കേതിക വിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് MV ഗോവിന്ദൻ ഒരു വശത്ത് പറഞ്ഞു വയ്ക്കുന്നു. മറുവശത്ത് 60% തൊഴിലുകൾ ഇല്ലാതാക്കും എന്ന ഗോവിന്ദൻ്റെ കണ്ടുപിടുത്തം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം തന്നെയാണ് ഗോവിന്ദൻ ഉയർത്തുന്നത്. എന്തായാലും AI-യുടെ കാലഘട്ടത്തിൽ മാർക്സിസത്തിന് കാര്യമായ പ്രസക്തിയുണ്ട് എന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞു വെച്ചത് നമുക്ക് ആശ്വാസമാകുന്നു. കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയതുപോലെ എന്തായാലും AI വൽക്കരണത്തിനെതിരെ സമരം നടത്താൻ ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള CPM ഇറങ്ങിത്തിരിക്കുമെന്ന പ്രഖ്യാപനമൊന്നും ഗോവിന്ദൻ നടത്തിയില്ലല്ലോ. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുമർ ശില്പ സ്മാരകം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഗോവിന്ദൻ്റെ ഈ വിചിത്ര പ്രസംഗം. ഇതിപ്പോൾ തലങ്ങും വിലങ്ങുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ വാങ്ങിക്കൂട്ടുകയാണ്. ഗോവിന്ദൻ്റെ ഇമാതിരി കണ്ടുപിടുത്തവും തിയറിയുമൊക്കെ. ഇതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴേറ്റവും അവസാനം എന്ത് വന്നത്? AI വന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയിലാണ് ഇപ്പോഴത്തെ AI. അവിടെയും മാർക്സത്തിനാണ് പ്രസക്തി. എന്തുകൊണ്ടാണ്? മാർക്സ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി എന്താണ്? മാർക്സ് എംഗൽസും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ? സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. AI കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ആരെ കയ്യിലാണ് AI? മുതലാളിയുടെ കയ്യിലാണ്, സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്.
ആ ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഈ 60%വും പിന്നെന്തില്ല, വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ഇതിന്റെ എല്ലാം ഉടമയാരാ? മുതലാളിത്താണ്. അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടി എത്തുന്നത്. തൊഴിലാളിയുടെ കയ്യിലൊന്നില്ല, വാങ്ങൽ കഴിയില്ല. പിന്നെ ഇവനുണ്ടാക്കിയ ഈ സ്വത്ത് എന്ത് ചെയ്യും? ഏത് കമ്പോളത്തിൽ വിൽക്കും? ആര് വാങ്ങും? ഇതെല്ലാം മാർക്സത്തിന്റെ തന്നെയാണ് മൗലികമായ മാറ്റം. സമ്പത്തിന്റെ വിഭജനമാണ്. സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക. അതെന്താ? ആ വിപ്ലവത്തിന്റെ പേരെന്താ? അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോ മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. പണ്ട് ട്രാക്ടറും കമ്പ്യൂട്ടറും ഒക്കെ എതിർത്തതിൽ നിന്ന് വ്യത്യസ്തമായി എഐയെ പോസിറ്റീവായി കണ്ടതിൽ ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചിലർ. എഐ ഇങ്ങനെ മൂത്തു വന്നാൽ പിന്നെ കമ്മ്യൂണിസത്തിന് എന്ത് പ്രസക്തി എന്നാണ് സഖാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും മാർക്സിസത്തിനാണ് പ്രസക്തി എന്ന് ഗോവിന്ദൻ സഖാവങ്ങ് പറഞ്ഞു വെച്ചു. എല്ലാ കണ്ടെത്തലുകളെയും ഉൾക്കൊള്ളാവുന്ന ഒന്നാണ് മാർക്സിസം എന്നാണ് MV ഗോവിന്ദന്റെ കണ്ടുപിടുത്തം. എയും മാർക്സിസത്തിൽ ഉൾപ്പെടും. മാർക്സിസത്തിന് കാലഹരണ ദോഷമുണ്ടാവില്ല. ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുറാനിനുമൊക്കെ കാലഹരണ ദോഷവുമുണ്ട്. ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുറാനിനും കാലഹരണ ദോഷമുണ്ട്. എന്നാൽ മാർക്സിസത്തിന് കാലഹരണ ദോഷമില്ല. സംഗതി കൊള്ളാം MV ഗോവിന്ദ. 1980-87 കാലഘട്ടത്തിലാണ് അന്ന് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ബാങ്കിംഗ് കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടന്നത്. തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഈ പരിഷ്കാരം ഇവിടെ നടത്തേണ്ട എന്നതായിരുന്നു അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നയം. പിന്നീട് കമ്പി തപാൽ വകുപ്പിൽ കമ്പ്യൂട്ടർവൽക്കരണം ആരംഭിച്ചപ്പോഴും അതിനെതിരെ ശക്തമായ സമരങ്ങളാണ് ഇടതുപക്ഷം നടത്തിയത്. 1979 മുതൽ 83 വരെയുള്ള കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളടക്കം സമാനമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിരവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചു. 83 തൈക്കാട് കൺവെൻഷനോടുകൂടിയാണ് സംസ്ഥാനത്ത് ഈയൊരു സമരത്തിന് ശക്തി ആർജിച്ചത്. തുടർന്ന് തൊഴിലാളികളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു യന്ത്രവൽക്കരണവും നടത്തില്ല എന്ന് 1986 നായനാർ സർക്കാർ പ്രഖ്യാപിച്ചു. കമ്പി തപാൽ വകുപ്പിൽ അഭ്യസ്തവിദ്യരായ എഞ്ചിനീയർമാർ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നു. ഇലക്ട്രോ മെക്കാനിക് എക്സ്ചേഞ്ചുകൾ ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകൾക്ക് വഴിമാറുന്ന ആ കാലത്ത് അതിനായി പ്രത്യേകം പരിശീലനം സിദ്ധിച്ച് അവർ പുതിയ ഇൻസ്റ്റലേഷനുകൾ നടത്തുകയും അതിനുശേഷം സമരത്തിനെ പിന്തുണച്ച് തെരുവുകളിൽ ഇറങ്ങുകയും ചെയ്ത വിചിത്ര കാഴ്ച. കേരളത്തിലെ നിരവധി യുവാക്കളാണ് തൊഴിൽ തേടി മറുനാടുകളിലേക്ക് 80കളിൽ പുറപ്പെട്ടത്. അതിന്റെ മുഖ്യ കാരണം അന്നത്തെ കമ്പ്യൂട്ടറിനെതിരായ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സമരങ്ങൾ തന്നെ. ഇന്ത്യയിലെ സിലിക്കൺ വാലി ആകേണ്ടിയിരുന്നു കേരളം. എന്നാൽ ആ കേരളത്തിൽ നിന്ന് അന്ന് IT വ്യവസായത്തെ അവർ തുരത്തി ഓടിച്ചു. വ്യാവസായികവൽക്കരണം ഒരിക്കലും കേരളത്തിൽ പൂർണ്ണമായി ആരംഭിക്കാതിരിക്കാനുള്ള മുഖ്യ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യമായിരുന്നു. ട്രേഡ് യൂണിയനുകൾ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന കേരളത്തിൽ വ്യാവസായിക ലോകം കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ വ്യവസായികൾ മനസ്സിലാക്കിയതോടെ അവർ കൂട്ടത്തോടെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമൊക്കെ ഉൾവലിഞ്ഞു. എന്നാൽ 80കളിൽ CPM നടത്തിയ കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെയുള്ള സമരം നടത്തിയിരുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ സിലിക്കൺ വാലിയായി കേരളം മാറിയേനെ. ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി എന്നും നിലകൊള്ളുന്ന പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ തേടാമായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളൊക്കെ IT രംഗത്ത് മുന്നേറി ഒരു ദശാബ്ദത്തിന് ശേഷമാണ് കേരളത്തിൽ IT പാർക്കുകളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും പൊട്ടിമുളച്ചത്. 80കളുടെ ആദ്യം CPMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കമ്പ്യൂട്ടർ വിരുദ്ധ സമരം, പിന്നീട് ഇടവിട്ടുള്ള 5 വീതം വർഷക്കാലം ഭരിച്ച ആ പാർട്ടിയുടെ നയ രൂപീകരണങ്ങൾ, ഒടുവിൽ 10,000-കണക്കിന് അഭ്യസ്ത വിദ്യർ നാടുവിട്ട് വിദേശ രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ തൊഴിൽ തേടി യാത്ര പോയി. കമ്പ്യൂട്ടറിനെയും നൂതന സാങ്കേതിക വിദ്യയും ഒന്നും കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്നും CPM പ്രതിജ്ഞയെടുത്ത ഒരു പതിറ്റാണ്ട് കാലഘട്ടം. അന്ന് രാഷ്ട്രീയ രംഗത്തും സാങ്കേതിക രംഗത്തും വികസന രംഗത്തുമൊക്കെ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നിട്ടും അവർക്ക് സത്യം ബോധ്യപ്പെട്ടില്ല. തൊഴിലാളികളുടെ പേര് പറഞ്ഞുള്ള ഇത്തരം ദുശാഠ്യങ്ങളിൽ അവർ ഉറച്ചു നിന്നു. ഏറെ വൈകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുപറ്റി എന്നവർ സ്വയം തിരിച്ചറിഞ്ഞു. അന്ന് വ്യവസായ മന്ത്രിയുടെ ഉപദേശകനായിരുന്ന KPP നമ്പ്യാർ
അമേരിക്കയിൽ ഉൾപ്പെടെ നടക്കുന്ന കമ്പ്യൂട്ടർ വിപ്ലവത്തെക്കുറിച്ച് അന്ന് നായനാരോടും സുശീല ഗോപാലിനോടുമൊക്കെ വിശദമായി പറഞ്ഞു. തുടർന്നാണ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അമേരിക്ക സന്ദർശിക്കുന്നത്. അമേരിക്കയിലെ ആപ്പിൾ ഫാക്ടറിയൊക്കെ സന്ദർശിച്ച നായനാർ അന്തം വിട്ടുപോയി. എതിർപ്പുകൾ ഏറെ രൂക്ഷമായിരുന്നുവെങ്കിലും നായനാരും ഗൗരിയമ്മയുമൊക്കെ വളരെ വൈകി തങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞു. എന്നാൽ പിന്നീട് UDF ഭരണകാലത്ത് 1994 ടെക്നോ പാർക്കിന് തുടക്കമിടുമ്പോൾ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി CPM രംഗത്തിറങ്ങി. ഒരു കാലത്ത് ആഗോളവൽക്കരണമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഥവാ CPMന്റെ മുഖ്യ ശത്രു. വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചും വിദേശ സർവകലാശാലകളെക്കുറിച്ചുമൊക്കെ പാർട്ടിക്ക് തികഞ്ഞ അവജ്ഞ. കേരളത്തിൽ അത്തരം പദ്ധതികളുമായി ആരെങ്കിലും ചുവടുവെച്ചാൽ അവരെ ഇവിടെ നിന്ന് തുരത്തുമെന്ന് പ്രതിജ്ഞ. എന്നാൽ പക്ഷെ പിന്നീട് കേരളം കണ്ടത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അമേരിക്കയിലെത്തി ചികിത്സ ഉൾപ്പെടെ നടത്തുന്ന കാഴ്ചയാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളിലേക്ക് പുറപ്പെടുന്നു. കേരളം എന്നും ദാരിദ്ര്യാവസ്ഥയിൽ തുടരട്ടെ എന്ന CPM സമീപനത്തിൻ്റെ മറ്റു ചില പ്രതിഫലനങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടത്. നവലിബറൽ സാമ്പത്തിക നയങ്ങളെയും ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളെയുമൊക്കെ നഖശിഖാന്തം എതിർത്ത CPM പാർട്ടി മൻമോഹൻ സിംഗ് പിന്തുടർന്ന ഇത്തരം നയങ്ങളെ അന്ന് കേരളത്തിൽ ശക്തമായി എതിർത്തു പോന്നിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തെ പിന്നോട്ടടിച്ച CPMന്റെ നയം അതുതന്നെയായിരുന്നു കേരളത്തിൽ വ്യവസായങ്ങൾ വളരാതിരിക്കാനുള്ള മുഖ്യ കാരണം. എന്തിനേറെ ട്രാക്ടർ പോലും കേരളത്തിലെ പാടത്തിലിറക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് സമരവുമായി കുട്ടനാട് നിറഞ്ഞ കർഷക തൊഴിലാളികൾ. ഇതൊന്നും കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല. അതിനിടയിലാണ് AI എന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയെ പരിഹസിച്ചും അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വരുമെന്ന കണ്ടെത്തലോടെ MV ഗോവിന്ദൻ വികൃതമായ ഒരു പ്രസംഗം നടത്തുന്നത്. ട്രോളോട് ട്രോൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ. എന്നാലും സമ്മതിക്കണം MV ഗോവിന്ദൻ്റെ തൊലിക്കട്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.